അപ്പൊ അന്ന് ഇപ്പൊ സിനിമയിലോട്ട് ആദ്യമായിട്ട് വരുമ്പോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ലോകമാണ്. കാരണം അന്ന് കംപ്ലീറ്റ് ഫിലിമായിരുന്നു, ഫിലിം ക്യാമറ ആയിരുന്നു. പിന്നെ ഇത്രയും സോഷ്യൽ മീഡിയ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഫിലിമിൽ എൻ്റർ ആവുന്നുള്ള കുറച്ച് റിസ്ക് തന്നെയായിരുന്നു. ഇന്നത്തെ പോലുള്ള ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അല്ല, അന്ന് ആ ഒരു ഈ പറഞ്ഞ പോലെ റിസ്കി ആയിട്ടുള്ള ജോലികളാണ്. അപ്പൊ അന്ന് ഒരു അസിസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ജോലികൾ എന്തായിരുന്നു, അതിന്റെ തുടക്കവും പിന്നീടൊക്കെ എന്തായിരുന്നു ശരിക്കും ഒരു മാസ്റ്റർ തന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഞാൻ അസോസിയേറ്റ് പോലെ കമ്പോസിങ്, ആക്ഷൻ കമ്പോസിങ് ഒക്കെ ആയിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒപ്പരിക്കുക, അങ്ങനെ എഡിറ്റിംഗ് കമ്പോസിങ്, അത് മെയിൻ ആയിട്ട് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അത് എത്രത്തോളം, ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ലോകം ആയതുകൊണ്ട് ആ ഒരു ട്രാക്കിൽ കയറാൻ എത്ര കാലം എടുത്തു? നമ്മൾക്ക് കമ്പ്യൂട്ടറൈസ്ഡോ അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി ഒന്നും ആയിട്ടില്ല. കംപ്ലീറ്റ് അപ്പൊ കൂടുതൽ 99% അന്നൊക്കെ ലൈവ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരുപാട് ഇഞ്ചുറി ഒക്കെ വരുന്നത്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് ഇന്നത്തെ അത്ര ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു റിസ്കി ആയിട്ട് ചെയ്തിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചാൽ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഉണ്ട്, ഒരുപാട് ഉണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നിട്ട് 3ാമത്തെ സിനിമ മറ്റേ ദ്രോണാചാര്യ ഒരു മലയാള സിനിമയാണ്. അത് ഇൻഡിപെൻഡന്റ് ആയപ്പോ ഞാൻ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്ന സമയത്തെ അതാ ഞാൻ ചോദിച്ചത്. അന്ന് പിന്നെ കുറച്ചും കൂടി ടെൻഷനുള്ള ഒരു സമയമായിരിക്കുമല്ലോ, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട്. അന്നത്തെ ഞാൻ ചോദിച്ചാൽ അവിടെ ഉള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കാലമായതുകൊണ്ട് കുറച്ചൊക്കെ മറന്നുപോയി. കുഴപ്പമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഡിപെൻഡന്റ് ആയ ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞത് ദ്രോണാചാര്യ എന്ന് പറഞ്ഞ. ഫസ്റ്റ് ചെയ്തത് മായക്കാഴ്ച പറഞ്ഞ സിനിമയായിരുന്നു. തമിഴ് ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള അരവിന്ദർ, നിഷാന്ത് സാഗർ ഒക്കെ പിന്നെ ആ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സിനിമകൾ ഇപ്പൊ ചെയ്തു? മലയാളത്തിൽ ഒരു 150-ലധികം, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക് ഉൾപ്പെടെ 150-ലധികം സിനിമ ചെയ്തു. വിജയ് യേശുദാസ് ഹീറോ ആയിട്ടുള്ള ഒരു 5 ലാംഗ്വേജിലുള്ള പടങ്ങളാണ്. സാൽമൺ 3D വന്നിട്ട്. അതൊക്കെ ഞാനാ ചെയ്യുന്നത്. അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ ഇപ്പൊ ശരിക്ക് കുറെ അന്ന് 2000-ൽ തുടക്കം വർക്ക് ചെയ്തിരുന്നത്, അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് ഇപ്പൊ എത്തിനൊക്കെ ഏകദേശം ഒരു 10-25 വർഷമായല്ലോ. ഒരു 25 വർഷം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ കുറെ ടെക്നോളജിയൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റലായി സിനിമ. അപ്പൊ എത്രത്തോളം നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം അത് എളുപ്പമായിട്ടുണ്ടായിട്ട് ജോലി? ഇപ്പൊ ഒരു 60% എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ഏതെല്ലാം ഒന്ന് എക്സാമ്പിൾ കമ്പോസിംഗ് എല്ലാം ഒരു 60% എളുപ്പമാണ്. പക്ഷെ ബാക്കി കൂടുതൽ ഇപ്പോ ആളുകൾ ഉള്ളതുകൊണ്ട്, ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ വരുന്നതോട് കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഈ കോമ്പറ്റീഷൻ കൂടുതലാണെന്നാണോ പറയുന്നത്? പണ്ടത്തെ കാട്ടിപ്പോ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതെന്തുകൊണ്ടായിരിക്കും ഇപ്പൊ കൂടുതൽ ആൾക്കാർ വരുന്നത്? പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ ഒരുപാട് പേര് രംഗത്ത് വന്നു. പിന്നെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു. പണ്ട് ഇത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നില്ല. പിന്നെ പുതിയ അവസരങ്ങൾ ഉള്ളത് കൊണ്ട് കൂടുതൽ, ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ ശരിക്കും ഇപ്പോ സിനിമകളില് മലയാളത്തെക്കാട്ടും കൂടുതൽ പുറത്താണ് കൂടുതൽ ഫൈറ്റ് സീക്വൻസ്. നമുക്കിപ്പോ തെലുങ്കൊക്കെ എടുക്കുമ്പോഴാണ് കൂടുതൽ, അതായത് കൂടുതൽ ബഡ്ജറ്റ് ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ മലയാളത്തിൽ എപ്പോഴും ഒരു ബഡ്ജറ്റ് എപ്പോഴും ഒരു കൺസ്ട്രെയിന്റ് ആയിരിക്കും, ബഡ്ജറ്റ് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ തുടക്കം മുതൽ ഒരു സിനിമ ഓൺ ആവുന്ന സമയം മുതൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സമയം മുതൽ അതിന്റെ റൈറ്റേഴ്സിന്റെ കൂടെ ഡയറക്ടറുടെ കൂടെ നിങ്ങൾ ഇരിക്കാറുണ്ടോ? അതോ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത്? റയവായിട്ട് പല രീതിയിലുണ്ട്. ചിലവർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, കാരണം ആക്ഷൻ ത്രൂ ഔട്ട് ആക്ഷനുള്ള സിനിമയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണാം. അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുൻപൊക്കെ നമ്മളെ വിളിച്ച് ലൊക്കേഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അങ്ങനെ വിളിച്ച്. പിന്നെ ചിലവർ പെട്ടെന്ന് സഡൻലി വിളിക്കുന്നവരുണ്ട്. നാളെ ഷൂട്ടാണ്, വേറെ ഒന്നും നാളെ എടുക്കാറില്ല, അതുകൊണ്ട് പെട്ടെന്ന് ആയതാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ വർക്ക് ചെയ്ത 1-2 സിനിമകൾ അങ്ങനെ പറയും, നിങ്ങൾ തുടക്കം മുതൽ അതിൽ ഇൻവോൾവ് ചെയ്തത് കൊണ്ട് അത് ആ ഒരു സിനിമയ്ക്ക് ഗുണം കിട്ടി എന്ന് തോന്നിയിട്ടുള്ള? പോലീസ് ജൂനിയർ എന്നുള്ള പടം നരേനൊക്കെ ചെയ്തിട്ടുള്ള പോലീസ് ജൂനിയർ. അതെനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചിട്ട് സ്റ്റുഡൻസ് പോലീസ്, അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് സാൽമൺ 3D അതും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ചില ഡയറക്ടേഴ്സ്, മലയാളത്തിലൊക്കെ ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ സിനിമ ചിലവരൊക്കെ വേറെ വഴിക്കൊക്കെ പറയുന്നുണ്ട്. അതായത് പലപ്പോഴും ഫൈറ്റ് സീക്വൻസുകൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് സോങ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടേഴ്സ് ആയിരിക്കില്ല അത് സോങ് എടുക്കുന്നത്, സോങ് കൊറിയോഗ്രാഫർ. ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫർ. ശരിക്ക്
ഡയറക്ടറും കൂടെ വേണ്ടേ ശരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇതിൽ ചെയ്യുന്നതാണോ, അതോ ഡയറക്ടറുടെ കൂടി ഇൻവോൾവ്മെന്റ് ഉള്ളതല്ല ശരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്? അതങ്ങനെ തന്നെയാണ്. എങ്കിലും കൂടുതൽ ഇതുവരെ അവർ ചെയ്ത മേക്കിംഗ് പാറ്റേൺ അത് അറിയാനും ഒക്കെ അവരുള്ളത് നല്ല തന്നെയാണ്. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും, കൂടുതൽ റിസൾട്ട് കിട്ടാനും